ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ അഹ്കാമു തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസ 3ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബുക്കാണ് അഹ്കാമു തജ്വീദ്. അപ്പോൾ അതിൽ നിന്നുള്ള 1ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്ക് മദ്രസ ബുക്കിലെ പാഠങ്ങൾ തന്നെയായിരുന്നു സ്കൂൾ മദ്രസയിലും. ഈ വർഷം മുതൽ സ്കൂൾ പാഠബുക്ക് ഒന്നും കൂടെ എളുപ്പമാക്കിയിട്ട് ചുരുക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ കൂടുതൽ മനസ്സിലാക്കുന്ന വീഡിയോ ആണ് മദ്രസ പാഠഭാഗത്തിൻ്റേത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ മദ്രസ പാഠഭാഗത്തിൻ്റെ ലിങ്കുകൾ ഉപയോഗപ്പെടുത്താം. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉപകാരപ്പെടുത്തുക. നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദറസ് അവ്വൽ ഇഖ്റ ബിസ്മി റബ്ബിക. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അന ബികാരിൻ. 3 തവണ ഇത് ആവർത്തിച്ച ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ചു. മാ അന ബികാരിൻ എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല എന്നാണ്. മാ അന ബികാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അന ബികാരിൻ ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല എന്ന് പറയുകയാണ്. 3 തവണ ഇത് ആവർത്തിച്ച ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ചു. ഇവിടെ സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ 5 ആയത്താണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ 5 ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ആദ്യം അവതരിച്ച ആയത്തുകളാണ്. മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ ആരംഭമായിരുന്നു ഇത്. പരിശുദ്ധ മക്കയിലെ ജബലുന്നൂറിലുള്ള ഹിറാ ഗുഹയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഖുർആൻ അവതരിച്ചത്. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പാഠഭാഗത്തിൻ്റെ കൂടെ അവിടുന്ന് പഠിക്കേണ്ട കാര്യങ്ങളും കൂടി മനസ്സിലാക്കി പറയുന്നുണ്ട്. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് തദ്രിബാത്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ഖുർആൻ ആദ്യമായി അവതരിച്ചത് എവിടെയാണ്? പരിശുദ്ധ മക്കയിലെ ജബലുന്നൂറിലുള്ള ഹിറാ ഗുഹയിൽ വെച്ചാണ്. അപ്പോൾ ഹിറാ ഗുഹ എവിടെയാണ്? അങ്ങനെ ഒരു ചോദ്യം. എവിടെയാണ്? പരിശുദ്ധ മക്കയിലെ ജബലുന്നൂറിലാണ് ഹിറാ ഗുഹ. ബാക്കി മനസ്സിലാക്കുക. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. എന്താണ് ഖുർആൻ? ഒരു ചോദ്യം. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഖുർആനാണ്. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? 10 പ്രതിഫലം. മനസ്സിലാക്കുക. അണ്ടർലൈൻ ചെയ്യുക. ഇതൊക്കെ ചോദ്യങ്ങൾ വരാം. നമുക്ക് തദ്രിബാത്ത് നോക്കുമ്പം പറയാം. ഖുർആനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാമെന്ന ഈ പാരഗ്രാഫ് മുഴുവനായിട്ട് എഴുതാം. അതിൻ്റെ കൂടെ ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. അതിന് പ്രത്യേക പാരായണ നിയമവും എഴുത്ത് രീതിയുമുണ്ട്. സാധാരണ അറബി വായിക്കുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. എന്താണ് തജ്വീദ്? ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ മഹ്റജുകൾ, സിഫത്തുകൾ, നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, തഫ്ഹീം, തർക്കീക്ക് എന്നിവ തജ്വീദ് നിയമങ്ങളിൽ ചിലതാണ്. തജ്വീദ് നിയമങ്ങളിൽ ചിലതിൻ്റെ പേര് എഴുതാൻ പറയും. അപ്പോൾ അതാണ് അക്ഷരങ്ങളുടെ മഹ്റജുകൾ, സിഫത്തുകൾ, നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, തഫ്ഹീം, തർക്കീക്ക്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ പാഠഭാഗം എത്രയാണ്? ഇനി ഇതിൻ്റെ
നെക്സ്റ്റ് പേജിൽ നക്ര വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യം വരുന്നുണ്ട്. എന്താ? ഹിറ ഗുഹ പരിശുദ്ധ മക്കയിലെ ജബലുൻ നൂറിലുള്ള ഗുഹയാണ് ഹിറ ഗുഹ. മൊയ്ജിസത്ത് എന്താണ്? അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യമാണ് മൊയ്ജിസത്ത്. പാരായണം എന്ന് പറഞ്ഞാൽ ഓത്ത്, ഹർഫ് അക്ഷരം, മഹ്റജ് അക്ഷരം പുറപ്പെടുന്ന സ്ഥലം, സിഫത്ത് അക്ഷരം പുറപ്പെടുന്ന രൂപം, തഫീമ് കനപ്പിക്കൽ, തർക്കീക്ക് നേർപ്പിക്കൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തദ്രിബാത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഇനി ഇവിടെ എന്താ പറയുന്നത്? ദഫ്തർ തോലിബ്, അതായത് വർക്ക് ബുക്ക് നോക്കി തദ്രിബാത്തുകൾ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വർക്ക് ബുക്കിലേക്ക് നോക്കാം. അതിന് മുമ്പ് ഇവിടെ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഓതി പഠിക്കേണ്ട സൂറത്തു ദാരിയാത്ത്, അപ്പോൾ അത് ക്ലാസ്സിൽ ഉസ്താദ് എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ തജ്വീദ് നിയമപ്രകാരം ഉസ്താദ് ഓതി വരുന്നത് പ്രകാരം മനസ്സിലാക്കാം. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? സാനി, നിങ്ങൾ 2ാം ക്ലാസ് പഠിച്ച സൂറത്തുകളൊക്കെ, ഹിഫ്ലാക്കേണ്ട സൂറത്തുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? സൂറത്തു നാസ് മുതൽ സൂറത്തുൽ ഫീൽ വരെ നിങ്ങൾ 2ാം ക്ലാസ് പഠിച്ച സൂറത്ത്, അതാണ് ഇവിടെ പറയുന്നത്. അത് നന്നായിട്ട് ആവർത്തിച്ച് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് മനഃപ്പാഠമാക്കി പഠിക്കാം. അതാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് തദ്രിബാത്തിലേക്ക് കടക്കാം. അഹ്കാമു തജ്വീദിൻ്റെ ദഫ്തർ തോലിബ് വർക്ക് ബുക്ക് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. 1ാമത്തെ പാഠം ഇഖ്റ ബിസ്മി റബ്ബിക. നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഡാഷ് ഖുർആൻ ഓതിക്കൊടുത്തു. ആരാണ്? ഇപ്പോൾ പാഠബുക്കിൽ നോക്കിയിട്ടതാ ജിബ്രീൽ അലൈഹിസ്സലാം, അവിടെയൊക്കെ എഴുതുക. നെക്സ്റ്റ് 2ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച പരിശുദ്ധ വചനങ്ങളാണ് ഡാഷ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. അപ്പോൾ അവിടെ അല്ലാഹു തആല എന്ന് എഴുതാം. നെക്സ്റ്റ് ഖുർആൻ പാരായണം ഏറ്റവും ഡാഷുള്ള സൽക്കർമ്മമാണ്. എന്താ നമ്മൾ പഠിച്ചത്? ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. പുണ്യമുള്ള നോക്കിയിട്ട് തെറ്റില്ലാതെ എഴുതി പഠിക്കട്ടോ. നെക്സ്റ്റ് സാധാരണ അറബി വായിക്കുന്നത് പോലെ ഡാഷ് പാരായണം ചെയ്യാൻ പാടില്ല. എന്താണ്? ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യം പാഠബുക്കിൽ ആൻസറൊക്കെ അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് വർക്ക് ബുക്കിലേക്ക് തെറ്റില്ലാതെ എഴുതുക. ഇതാ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അടുത്തത് വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തിൽ 5 വാചകം എഴുതുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കി പഠിക്കണം. എക്സാമിന് എന്തായാലും വരുന്നൊരു ചോദ്യമാണ്. 99% ഈ ചോദ്യം എന്തായാലും വരാം. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഈ പാഠത്ത് പറഞ്ഞ ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ എഴുതാം. അതിൻ്റെ കൂടെ ഇത് ചേർത്ത് എഴുതാം. പിന്നെന്താണ്? ഫസ്റ്റ് വന്ന പരിശുദ്ധ മക്കയിലെ ജബലുൻ നൂറിലുള്ള ഹിറ ഗുഹയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഖുർആൻ അവതരിച്ചത് എന്നൊക്കെ ചേർത്തിട്ട് നമുക്ക് 5 വരിയിൽ കുറയാതെ എഴുതാം. അപ്പം അതിൽ നിന്ന് 5 പോയിന്റുകൾ മനസ്സിലാക്കി എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 പോയിന്റുകൾ എഴുതാം. ഇനി നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ്? ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്ത് ഏത്? എന്താ എഴുതാം നമുക്ക്? അപ്പോൾ അവിടെ നമുക്ക് ആയത്താണ് ചോദിച്ചത്. ഈ ആയത്തുകൾ അവിടേക്ക് എടുത്ത് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ 5 ആയത്തായ ഇഖ്റ ബിസ്മി മുതൽ മാലം യാലം വരെയാണ് ഖുർആനിൽ ആദ്യം ഇറങ്ങിയത്. അങ്ങനെ ആക്കിയിട്ട് എഴുതാം. മനസ്സിലാക്കി പഠിക്കാം. സൂറത്തുൽ അലക്കിലെ ഇഖ്റ ബിസ്മി മുതൽ മാലം യാലം വരെയുള്ള 5 ആയത്തുകളാണ് ആദ്യം ഇറങ്ങിയത്. അടുത്ത ചോദ്യം, ഖുർആൻ എന്നാൽ എന്ത്? ഖുർആൻ എന്നാൽ എന്താണ്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. 2ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതുക. 3ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഖുർആനാണ്. 4ാമത്തെ ചോദ്യം, ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്ത് ഏത്? ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്ത് ഏതാണ്? 5 വരിയിൽ കുറയാതെ എഴുതുക. 5 വരിയിൽ കുറയാതെ എഴുതുക. 4ാമത്തെ ചോദ്യം, ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്?
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനാണ്. നെക്സ്റ്റ്, ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ചുരുങ്ങിയത് എത്ര പ്രതിഫലം ലഭിക്കും? എത്ര പ്രതിഫലം ലഭിക്കും? 10 പ്രതിഫലം. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ടിക്ക് ദ കറക്റ്റ് ആൻസർ ഒക്കെ ആയിട്ടൊക്കെ വരുന്ന ആൻസറാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം എത്ര? 10. ടിക്ക് കറക്റ്റ് ആൻസറിൽ വരും 10 പ്രതിഫലം, 100 പ്രതിഫലം, അങ്ങനെയൊക്കെ വന്നിട്ട്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാൻ കഴിയണം, മനസ്സിലാക്കി പഠിക്കുക. അടുത്ത് തജ്വീദ് എന്നാൽ എന്ത്? തജ്വീദ് എന്നാൽ എന്താണ്? ഇതെഴുതാം. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹിറാ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹിറാ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ അവിടെ നക്ര എന്ന ഭാഗത്തുണ്ട് ഹിറാ ഗുഹ. പരിശുദ്ധ മക്കയിലെ ജബലുൻ നൂറിലുള്ള ഗുഹയാണ്. അപ്പോൾ നമുക്കവിടെ എഴുതാം, പരിശുദ്ധ മക്കയിലെ ജബലുൻ നൂറിലാണ് ഹിറാ ഗുഹ. പരിശുദ്ധ മക്കയിലെ ജബലുൻ നൂറിൽ. അടുത്തത് എന്താണ്? പരിശുദ്ധ മക്കയുടെ പ്രത്യേകത എന്ത്? പരിശുദ്ധ മക്കയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് പാഠത്തിൽ പറയുന്നില്ല, എന്നാൽ നമുക്ക് പാഠത്തെ ആസ്പദമാക്കിയിട്ട് എഴുതാം. എന്ത്? പരിശുദ്ധ മക്കയിലാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അതുപോലെ പരിശുദ്ധ മക്കയിലാണ് നമ്മുടെ കിബിലയായ കഅബ ഷരീഫ് ഉള്ളത്. പരിശുദ്ധ മക്കയിലെ ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിലാണ് ഖുർആനിൻ്റെ ആദ്യ അവതരണം. അങ്ങനെ എഴുതാം. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് അവിടെ എഴുതിക്കാം. പരിശുദ്ധ മക്കയുടെ പ്രത്യേകത. നമുക്ക് പരിശുദ്ധ മക്കയുടെ പ്രത്യേകതകൾ ഒരുപാട് പറയാം, പക്ഷെ നമുക്ക് ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട് നമുക്കവിടെ എഴുതാൻ പരിശുദ്ധ മക്കയിലുള്ള ജബലുൻ നൂറിലാണ് ഹിറാ ഗുഹ, അവിടെയാണ് ഖുർആൻ ആദ്യമായി ഇറങ്ങിയത്. അങ്ങനെ പാഠത്ത് നോക്കിയിട്ട് മനസ്സിലാക്കി എഴുതാം. അടുത്തത് മഹ്റജ് എന്നാൽ എന്ത്? മഹ്റജ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനമാണ് മഹ്റജ്. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം മഹ്റജ്. അതുപോലെ സിഫത്ത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അക്ഷരങ്ങൾ പുറപ്പെടുന്ന രൂപത്തിനാണ് സിഫത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മഹ്റജും സിഫത്തും ഇനി അങ്ങോട്ടുള്ള തജ്വീദിൻ്റെ ക്ലാസ്സുകളിലൊക്കെ, തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പറയുന്ന ഇതാണ്. അപ്പോൾ എന്താണ് മഹ്റജ്, എന്താണ് സിഫത്ത് എന്നൊക്കെ മനസ്സിലാക്കണം. അതുപോലെ തഫീം, കനപ്പിക്കൽ, തർക്കീക്ക്, നേർപ്പിക്കൽ, അതൊക്കെ മനസ്സിലാക്കണം. ഇനി ഇവിടെ നിങ്ങൾക്ക് വന്ന ഒരു വർക്ക് നക്തുബ് എഴുതാനാണ്. അപ്പോൾ ഇവിടെ താഴെ ഉള്ള കളങ്ങളിൽ ഈ അക്ഷരങ്ങൾ അലിഫ്, ബ, അതുപോലെ പകർത്തി എഴുതാനാണ് വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ നിറയെ കോഴി കൂവുന്ന ശബ്ദം ഉണ്ടാവാം. അപ്പോൾ ഇവിടെ എനിക്ക് കോഴികളുണ്ട്, എന്നാലും അടുത്ത വീട്ടിൽ നിന്നൊക്കെ പൂങ്കോഴിയൊക്കെ വന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ കൂവാണ്. എനിക്കിപ്പോൾ ഒരു ഫ്രീ സമയം കിട്ടി, അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാം എന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ അവരിങ്ങനെ കൂവുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ എനിക്കൊരു രക്ഷയുമില്ല. ഒരു ഫ്രീ സമയം കിട്ടിയപ്പം വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി നിങ്ങളുടെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളുടെ വീഡിയോ ഇടാറുണ്ട്. 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ ബുക്കുകളും മാറിയിട്ടുണ്ട്. അപ്പോൾ സമയപരിമിതി മൂലം പല ബുദ്ധിമുട്ടുകളുമുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. വീഡിയോയിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. കമൻറ്റ് ഓഫാണെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ അറിയിക്കുക. 82 89 89 29 85. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തജ്വീദ് ക്ലാസ് ഒക്കെ ട്യൂഷനായിട്ടൊക്കെ വേണമെങ്കിൽ, മദ്രസ വിഷയങ്ങളുടെ ട്യൂഷനൊക്കെ വേണമെങ്കിലും, സ്കൂൾ വിഷയങ്ങളുടെ ട്യൂഷനൊക്കെ വേണമെങ്കിലും ഈ മൊബൈൽ നമ്പറിൽ അറിയിച്ചാൽ ഓൺലൈനായിട്ടുള്ള ട്യൂഷന് ഏർപ്പാടാക്കി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. എല്ലാവരും പരസ്പരം ദുആകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.